എല്ലാവർക്കും നമസ്കാരം ടി ജി. മറ്റൊരു ലൈവിലേക്ക് ഞങ്ങളുടെ അതിഥിയായിട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട്. നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ആളുകളെ നമ്മൾ കൊണ്ടുവരുന്നു. അവരുടെ വീക്ഷണ കോണുകളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം അതുകൊണ്ട് മാത്രം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി നമ്മളിവിടെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ആളുകളെയും വിവിധ മേഖലയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു പേര് ടി ജി എന്തുകൊണ്ട് വരുന്നില്ല, ടി ജി ആണ് ഞങ്ങൾക്ക് ഇനി കേൾക്കേണ്ടത് എന്ന ഒരു ആവശ്യം നിരന്തരം പല ആളുകളും പറയുന്നത് കേട്ട് അവസാനമാണ് ഞാൻ താങ്കളുടെ നമ്പർ തപ്പിപ്പിടിച്ച് ഇതേപോലെ ഇന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ക്ഷണം ഒട്ടും തന്നെ ഒഴിവൊഴിവൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തതിന് വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അധികം നേരമൊന്നും കളയാതെ നേരെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും തുടങ്ങുന്നതിന് മുന്നേ എന്താണ് താങ്കൾക്ക് നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ആദ്യമേ ആമുഖമായിട്ട് പറയാനുള്ളത്? അയ്യോ, എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം RSSന് പുറത്ത് എനിക്ക് ഏറ്റവും അധികം സുഹൃത്തുക്കളുള്ളത് മുൻ നക്സലൈറ്റുകളിലും നിരീശ്വരവാദികളിലുമാണ്. അതൊരു നല്ല കോമ്പിനേഷനാണ്. മുൻ നക്സലൈറ്റ് ഇപ്പോഴത്തെ മാവോവാദി തോക്കൊക്കെ ആയിട്ട് നമുക്ക് ആ ടൈപ്പല്ല. പഴയ നക്സലൈറ്റുകൾ ഉണ്ടായിരുന്നല്ലോ, 70s നക്സലൈറ്റ്, കെ വേണു, സിവിക് ചന്ദ്രൻ പ്രസാദ്, വെള്ളത്തൂവൽ സ്റ്റീഫൻ, ഇതുപോലെയുള്ള. എന്തുകൊണ്ടോ അവർ ഞാനും തമ്മിൽ ഒരു വൈബുണ്ട്. നക്സലൈറ്റ് നീ ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതുപോലെ നിരീശ്വരവാദികളിലും ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ വെറുക്കുന്ന അല്ലെങ്കിൽ ഇയാളൊരു ശല്യമാണല്ലോ എന്നെങ്കിലും വിചാരിക്കുന്ന നിരീശ്വരവാദിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ പരിചയപ്പെട്ട നിരീശ്വരവാദികളൊക്കെ സ്റ്റെർലിംഗ് ക്യാരക്ടർ ഉള്ളവരാണ്. അവരുടെ സാമൂഹികമായ ഇടപെടൽ, പെരുമാറ്റം, സത്യസന്ധത, ക്യാരക്ടർ, ഇന്റഗ്രിറ്റി, ഇതൊക്കെ ഇംപെക്കബിൾ ആണ്. നിരീശ്വരവാദികൾ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവരും 100% നിരീശ്വരവാദികൾ ഇംപെക്കബിൾ ഇന്റഗ്രിറ്റിയും മാന്യതയും പുലർത്തുന്നവരാണ്. അവർ സബ്ജക്ട് പറയുമ്പോൾ വിമർശിക്കും, അത് ചിലർ രൂക്ഷമായിട്ടോ ചിലർ സൗമ്യമായിട്ടോ ഒക്കെ ഭാഷാ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാവാം. ബട്ട് ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള സം ഓഫ് ദ ഫൈനസ്റ്റ് ഹ്യൂമൻ ബീങ്സ് നിരീശ്വരവാദികളാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് റിമാർക്ക്. ഞാൻ ഇതുപോലത്തെ നിരീശ്വരവാദികളുമായിട്ട് കൂട്ടുകൂടാനുള്ള കാരണവും അതാണ്. നിരീശ്വരവാദികൾക്ക് എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ആയിട്ട് അവര് പറഞ്ഞത്, പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. ആദ്യം ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ യോഗത്തിലേക്കൊക്കെ വിളിച്ചു തുടങ്ങി. അവരുടെ വിലയിരുത്തൽ അവരും ഒന്ന് മാറ്റി. അവർ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളോട് യോജിക്കുന്നു. എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്നെ നായരെന്ന് വിളിക്കരുത്. 30ാമത്തെ വയസ്സിൽ കൊടുത്തതാണ് ഞാൻ എന്റെ വാല് നായരെന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാണ്. ഉദാഹരണത്തിന് ഈ വീട് തന്നെ എത്ര പേര് വാടക ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷ് ഞാൻ തന്നത്. നിങ്ങളൊക്കെ ജാതി മതമില്ലാത്തൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. അങ്ങനെ വലിയ പുരോഗമനവാദമൊന്നും എനിക്കില്ല. പത്മനാഭൻ നായരെന്നുള്ള വാല് ഞാൻ 30 വർഷം മുമ്പേ മുറിച്ചു. ഞാനും മാഷും ഒക്കെ പുരോഗമനവാദികളാ. നല്ല സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടിയാ. അല്ല, അത് പിന്നെ എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നല്ല ഒന്നാം തരം നായർ കുടുംബത്തിൽ പറഞ്ഞതാ. അല്ല, പുരോഗമനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിനൊന്നും വലിയ കഥയില്ല. നായരെ തന്നെ വിളിക്കരുത്, ഞാനൊരു പുരോഗമനവാദിയാ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേണം. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിട്ട് ദൈവത്തെ തൊഴാൻ പോകും. സാറ് തന്നെ തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാർ തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഞാനൊരു രസമായിട്ട് തൊഴാൻ പോകാറുണ്ട്. വെളുപ്പാൻ കാലത്തിന്റെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ഒന്നും സംഘടിക്കട്ടെ. ഇപ്പൊ ധൈര്യമായി. ഒരു പിശാചും ദേഹത്തെ കളിക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? പൊങ്ങച്ചം പറയാൻ കരുതരുത്. എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരു വിശ്വാസമില്ല. മനുഷ്യന് വേണ്ടത് മനോഹരമല്ലേ മാഷേ? ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുന്ന അവൻ പറഞ്ഞു, അല്ലേ? ഒന്ന് അങ്ങോട്ടും കെട്ടി കൊടുക്കണോ? ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നേരത്തെ തന്നെ വേഗം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കൈലാവാം. ഇനി വേറെ എവിടെയെങ്കിലും അരയിലോ ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ല. വിയോജിപ്പിന്റെ തലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത്രയധികം യോജിക്കുന്ന ഒരാളിനെ ഞങ്ങൾ അകറ്റി നിർത്തുന്നത് എന്തിനാ? നിങ്ങൾക്ക് RSSകാരനായതുകൊണ്ട് നിരീശ്വരവാദികളുടെ കൂടെ വരാൻ പ്രയാസമുണ്ടോ? ഞാൻ പറഞ്ഞ എനിക്കൊരു പ്രയാസമില്ല. ഇയാള് കൊട്ടാരക്കരക്കാരനാ? വരുന്നു എന്റെ കൂടെ. അവസാനം
അല്ല നിങ്ങളുടെ സംഘടനയിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയിൽ ഇത്തരം ഒരു വാശിയില്ല. എവിടെ വേണേ പൊക്കോ, എന്ത് വേണമെങ്കിൽ സംസാരിച്ചോ. സുഹൃത്തുക്കളെ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടി ബന്ധുക്കൾ തമ്മിൽ മല്ലടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മനുഷ്യനെ മനുഷ്യനിൽ നകറ്റുന്ന ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെയാണ് നാം പടനീക്കം നടത്തുന്നത്. യുക്തിവാദി സംഘം സിന്ദാബാദ്, സഖാവ് ശങ്കരമേനോൻ സിന്ദാബാദ്. സിന്ദാബാദ് ഓണത്തിലെ പൂട്ടച്ചോട് പറഞ്ഞ യുക്തിവാദം. എല്ലാം ഒന്നാണ്. സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം RSS ഇങ്ങനെ രാഷ്ട്രം എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമേ വാശി പിടിക്കാറുള്ളൂ. ബാക്കി ഒരു വാശിയില്ല. ദൈവത്തെ തൊഴാതിരിക്കുകയോ നിരീശ്വരവാദി ആകുക, തിരിച്ചു വീണ്ടും ഈശ്വരവിശ്വാസിയാകുക, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ടെ, മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തടസ്സമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരുപാട് നിരീശ്വരവാദ യോഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കളമശ്ശേരി കൃഷ്ണൻ നായർ, ദിസ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. നീ മീറ്റിംഗിന് വരുന്നുണ്ടെന്ന് പത്രത്തിൽ കണ്ടു. പിന്നെ മീറ്റിംഗ് കഴിച്ചിട്ട് വീട്ടിലൊന്ന് കഴിഞ്ഞിട്ടേ പോകൂ. ഷുവർ. ഏറിയ മാത്രമല്ല, ചാപ്പാടും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പഠിക്കറിയാവോ, ഞാൻ ഇവര് മഹാരാഷ്ട്രയിൽ ഒന്നിച്ച് പഠിച്ചതാ. അന്നേ ഉണ്ട് ഇവൻ അല്പം സോഷ്യലിസം യുക്തിവാദമൊക്കെ. അന്നത്തെ ബുദ്ധിജീവിത്താൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. ഭാഗ്യവാൻ. എനിക്ക് 3 പെണ്ണ. മൂത്തവളെ കെട്ടിക്കാൻ ആലോചന തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ജാതകമൊന്നും ചേർന്നിടൂ. ജാതകം മാങ്ങാത്തൊരി. പെണ്ണിനും ചെറുക്കിന് ഇഷ്ടമാണെങ്കിൽ കല്യാണം നടത്തണോ? അല്ല, സാറിന്റെ മോന്റെ നാളെന്താ? പൂരുട്ടാതി പുരുഷനും അശ്വതി പിറന്ന അച്ചി നല്ല കോമ്പിനേഷനാ. കൃഷ്ണൻ നായരുടെ മൂത്ത മകൾ അശ്വതിയുടെ നക്ഷത്രവും അശ്വതിയാ. എന്താണോ, നമുക്കൊന്ന് ആലോചിച്ചാലോ? അതൊരു ബന്ധത്തിനുള്ള നിമിത്തമാണെന്ന് കരുതോ? നമുക്ക് ജാതകം നോക്കാം. പഠിക്കേണ്ട കാര്യം പറഞ്ഞില്ലല്ലോ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർമെങ്കിലും അല്പം ജ്യോതിഷത്തിന് ഏർപ്പാടുണ്ട്. ചെറിയൊരു ഹാബി, ദാറ്റ്സ് ഓൾ. രസകരമായ ഒരു കൂടിക്കാഴ്ച. ഗുഡ്. നമുക്ക് ആലോചിക്കാം. എന്നാ വൈകിക്കണ്ട. കേസ് ജയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ക്ഷേത്രമല്ലേ ഞായറാഴ്ച. പെണ്ണുകാലം തിങ്കളാഴ്ച ആവാം. അങ്ങനെ എനിക്ക് അടുപ്പമുള്ള നിരീശ്വരവാദികളുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. അസാമാന്യമായ സത്യസന്ധത. ഈ പ്രദേശത്ത് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റേത്. നേരായ മാർഗത്തിലൂടെ അല്ലാതെ തൊഴിലാളി വർഗത്തെ പിഴിഞ്ഞോ കൃത്രിമം കാണിച്ചോ 10 പൈസ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. സത്യസന്ധമായി ചെയ്യുന്ന കർമ്മത്തെയും സത്യത്തെയുമാണ് ഞാൻ ദൈവമായി കാണുന്നത്. വക്കച്ചോ, ഞാനൊരു നിരീശ്വരവാദിയാണെന്നുള്ള കാര്യം വക്കച്ചൻ അറിയാമല്ലോ. പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്ക് പാല വെക്കുന്ന ഏർപ്പാടുത്തരം ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കുമല്ലേ? പ്രതികരിക്കും. ഒന്ന് പ്രതികരിച്ചു നോക്ക്. നിർത്ത്. അങ്ങനെ വളഞ്ഞ വഴി കൂടി കാര്യം നേടുന്ന സ്വഭാവം നമ്പ്യാർക്കില്ല. നേരായ അളവിൽ സിമെന്റും കമ്പിയും ചേർത്താണ് ഞാൻ ഓരോ ബിൽഡിംഗും പണിതിരിക്കുന്നത്. എടാ, യുക്തിവാദിയായ ഒരു മനുഷ്യനും ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ പണിത ഫ്ലാറ്റിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസായിട്ടുണ്ട്. ഈശ്വര. ഇന്റലക്ച്വൽ ഓണസ്റ്റി. താൻ പറയുന്നത് ശരിയാണെന്ന ബോധ്യത്തോടു കൂടി സംസാരിക്കുക. കുറഞ്ഞപക്ഷം പറയുന്ന ആളിനൊരു ബോധ്യം വേണമല്ലോ ഇത് ശരിയാണ്. അല്ല, അതിങ്ങനെ ഒരു ടെക്നിക്ക്, ട്രിക്ക് കളിച്ചിട്ട് ഒരാളെ ട്രാപ്പ് ചെയ്ത് അങ്ങനെ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. ഓണസ്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞുകൂടാ, അയ്യോ ഞാനത് വായിച്ചിട്ടില്ല, ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം. ഈ ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇപ്പൊ കേരളത്തിൽ പൊതുവെ കുറഞ്ഞു വരികയാണ്. പൊളിറ്റിക്സിൽ പിന്നെ വിടുക, ആ സാധനത്തിന് ഒരു വാല്യൂ ഇല്ല. അവിടെ ഓണസ്റ്റിക്കോ ഇന്റഗ്രിറ്റിക്കോ ഒന്നും ഒരു വിലയില്ല. ഒരു പൊളിറ്റിക്സിലും ഒരു സ്ഥലത്തും വിലയില്ല. ബട്ട് അതർവൈസ് ഇപ്പോൾ ലിറ്ററേച്ചർ, കവിത, സാമൂഹ്യ വിമർശനം, അതിൽ എല്ലായിടത്തും ഒരു ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി കാണുന്നുണ്ട്. അത് കാണിക്കുന്നവർ നിരീശ്വരവാദികൾ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ A.T. കോവൂരിനെയൊക്കെ പരാമർശിക്കാൻ ഞാൻ കാര്യം അതാണ്. കാരണം ഇത്രയധികം ലോജിക്കലായിട്ട് മതവിമർശനം നടത്തുന്ന ആളുകൾ തീരെ കുറവാണ് എൻ്റെ അനുഭവത്തിൽ. A.T. കോവൂരിനെ പോലെ. ഒന്ന്, അദ്ദേഹം സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്നറിയാം. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം എന്നും കള്ളുകൂടി. ഹൗ ടു എൻറ്റർ ഇൻ ടു യുവർ മൈൻഡ്. നമ്മൾക്ക് ഒരാളിനെ മാറ്റണമെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് നമ്മളുടെ വാക്കുകൾ കയറണമല്ല. ഈ മനസ്സ് അടച്ചു കളയുന്ന വാക്ക് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനസ്സിലാക്കി. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേൾക്കില്ല. അയാൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ട് ക്ലോസ്ഡ് മൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കും. 1-1.5 മണിക്കൂർ നിങ്ങൾ സംസാരിക്കുന്നത് ചുമ്മാ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ അങ്ങ് പോകും. A.T. കോവൂരിന്റെ ഗുണം, അദ്ദേഹം ഈ മനസ്സുകൾ തുറക്കാൻ അറിയുന്ന ആളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ A.T. കോവൂരിന്റെ പ്രഭാഷണം തിരുവനന്തപുരത്ത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ A.T. കോവൂരിന്റെ പ്രഭാഷണം കേട്ടിട്ട് ഞാനവിടെ പോയി. നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് സദസ്സ്. അപ്പൊ അദ്ദേഹം അവിടെ പ്രഭാഷണം നടത്തി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ. പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാങ്ങുന്നില്ല. ഈ കോളേജ് കോമ്പൗണ്ടിലെ മല തണലുകളിലൂടെ അവനല്പം പ്രേമിക്കണം. ജീവിതത്തിൽ ആകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ്. വിദ്യാർത്ഥി ഓർമ്മകളേ. അദ്ദേഹം ആകാശത്ത് നിന്ന് ഭസ്മം എടുത്തു കൊടുത്തു. അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ പല ടാർഗറ്റുകളിൽ ഒന്ന് സത്യസായി ബാബയായിരുന്നു. സത്യസായി ബാബ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ആകാശത്ത് നിന്ന് അദ്ദേഹം ഭസ്മം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് ഇങ്ങനെ കൊടുക്കും. KT കോഹ്ലി പറഞ്ഞു, ഇത് വലിയ കാര്യമൊന്നുമല്ല, നിങ്ങളൊന്ന് കൈ നീട്ടു, ഞാനും തരാം ഭസ്മം എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് താഴെയുള്ള ഒരു കൈ നീട്ടി എല്ലാവർക്കും ഭസ്മം കൊടുത്തു. എന്നിട്ട് ഫൈനൽ ആക്ടാണ് എന്നെ ആകർഷിച്ചത്. കൈ ഇങ്ങനെ തട്ടി, ഭസ്മം തീർന്നു കേട്ടോ, ഇനി ആരും ചോദിക്കരുത്, എന്റെ കയ്യിലില്ല. പ്രിയപ്പെട്ടവരെ, ഉല്ലാസാനന്ദ സ്വാമി തിരുവടികൾ ഇതാ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. സ്വാമിയുടെ അടുത്ത അത്ഭുത പ്രവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതാ സ്വാമി കൈമടക്കുന്നു, തിരുമുന്നു. അതെ, അത് സംഭവിക്കുന്നു. ദിവ്യത്യാത്ഭുതം സംഭവിക്കുന്നു. ഇതാ സൂര്യതയിൽ നിന്ന് ഭസ്മം വീഴുന്നു. ഇതാ നമ്മുടെ ഉല്ലാസാനന്ദ സ്വാമി തിരുവടികൾ ആകാശം കതേറിയിരിക്കുന്നു. ഭസ്മം വാരി വിതറുന്നു. അനുഗ്രഹങ്ങൾ ഫ്രീയായിട്ട് കോരി അറിയുന്നു. ഇതിന്റെ മേലാണ് ഇതിന്റെ പണി. കണ്ടാ, എല്ലാവരും ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. അതെ, ഇത്തരം കുമളകളാണ് നമ്മുടെ നാട്ടിൽ ഓരോ വിശ്വാസം. ഇതിനെയൊക്കെ തുറന്നു കാട്ടുന്ന എന്റെ പുതിയ പുസ്തകമാണ് ഇതാ, ദൈവം എന്ന വ്യവസായി. ഒരു കോപ്പിക്ക് ഒരു 100 രൂപ. അപ്പൊ ഇതൊരു വ്യവസായമാണ്. സൈലൻസ്. ഇമാരി തട്ടിപ്പും കൊണ്ട് ഇനി ആരെയും നിങ്ങളുടെ മുമ്പിൽ വന്നാ ഓരോ പിടിച്ചു ദൈവാക്കോ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് ദൈവമാവാൻ പറ്റൂല, അല്ലേ? ഇനി നിങ്ങൾ പറ പിള്ളേരെ, ദൈവം ഉണ്ടോ ഇല്ലയോ? എന്താ പറ, ദൈവം ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇദ്ദേഹം താമസിക്കുന്നത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കേശവദാസപുരത്ത് ഒരു വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട്, അന്ന് എനിക്ക് ഒഫീഷ്യൽ പോസ്റ്റ് ഒന്നും ഇല്ല കോളേജിൽ. ബട്ട് ദെൻ ഞാനൊരു ചെറിയ ഹീറോ ആണ് എന്റെ ഫ്രണ്ട് സർക്കിൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടാ നമുക്ക് പൗരനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പൊ അവർ പറഞ്ഞു, ശരി നമുക്ക് ആയിക്കോട്ടെ, ആര് പോയി വിളിക്കും? ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ വിളിച്ചോളാം, നിങ്ങൾ കോളേജിൽ പെർമിഷൻ വാങ്ങിയാൽ മതി. പ്രിൻസിപ്പലിനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ പെർമിറ്റ് ചെയ്തു. ഞാൻ പൗരനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം സാധാരണ വേഷത്തിൽ കോട്ടും ഇതൊക്കെ ആയിട്ട് ഒരു ചാരുകസേരയിൽ കിടക്കുകയാണ്. ബെൽറ്റ് മാത്രം അഴിച്ചിരിക്കുന്നു. ഊണ് കഴിഞ്ഞിട്ട് വയറൊന്നും വീർക്കൂല, അതുകൊണ്ട് ബെൽറ്റ് അഴിച്ചു. കയ്യിൽ ചുരുട്ടുമുണ്ട്, തൊപ്പി മാത്രം വെച്ചിട്ടില്ല. ഈ വേഷത്തിലാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്ന കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാൻ സൂക്ഷിച്ചു. നല്ല വൈദ്യമാരെ കണ്ടാൽ ചിലപ്പോൾ വലയിട്ട് പിടിച്ചുകളെ കരകുന്ന സാധനം ഉണ്ടാക്കാൻ. എന്നോട് വളരെ സ്നേഹപൂർവ്വം ചോദിച്ചു, എന്താ കാര്യം, ആരാ ഇവിടുന്ന? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ കോളേജിലാണ്, സാർ വരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം. 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, എനിക്ക് വണ്ടി വേണ്ട. നിങ്ങളുടെ കോളേജിനടുത്ത് മാത്യു എന്ന് പറഞ്ഞ എൻ്റെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം പോകും, അവിടെ ആയിരിക്കും ഞാൻ. മാത്യു എന്നെ കോളേജിൽ കൊണ്ടുവന്ന് വിടും. മാത്യു തന്നെ എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ഇത് വേണ്ട, വണ്ടി ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരു ബേക്കറി പലഹാരവും എനിക്ക് തരരുത്, എനിക്ക് ഓഫർ പോലും ചെയ്യരുത്. ഒരു ഗ്ലാസ് ജീരക വെള്ളം, ചെറു ചൂടുള്ളത്, അത് മാത്രം മേശപ്പുറത്ത് വെക്കുക. വേറെ ഒന്നും വേണ്ട. ഞാനൊന്നും കഴിക്കില്ല, ഞാനൊന്നും കുടിക്കില്ല. ഒരു ഗ്ലാസ് ജീരകവെള്ളം മാത്രം, നമ്മുടെ മലയാളി സ്റ്റൈലിലുള്ള ജീരകവെള്ളം, അത് മതി. ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. ആർഭാടങ്ങളൊന്നും പാടില്ല. വളരെ ലളിതമായ ഒരു ചടങ്ങ്. രക്തഹാരം അങ്ങോട്ടണിയിക്കും, ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞാൻ സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ പറഞ്ഞു, സാർ വേറെ ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്. എന്താ അത്? സാർ ആകാശത്ത് നിന്ന് ഭസ്മം എടുത്ത് കാണിക്കണം. അപ്പൊ അദ്ദേഹം പൊട്ടി ഒരു ചിരിച്ചു. ഭസ്മം എടുത്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഭസ്മം പ്രസംഗത്തിന് മുമ്പ് എന്റെ കയ്യിൽ ഭസ്മം തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത് കാണിക്കാം. ഞാൻ പറഞ്ഞു, അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ചാല മാർക്കറ്റിൽ പോയി 50 പൈസയ്ക്ക് ഒരു പാക്കറ്റ് ഭസ്മം കിട്ടും. 50 പൈസയ്ക്ക് ഭസ്മവും വാങ്ങിച്ച് ഒക്കെ ചെയ്തു. ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ വന്നു. ഞങ്ങൾ ഒരു ഗ്ലാസ് ജീരകവെള്ളം മാത്രം വെച്ചു. ഞാൻ ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സാർ ഭസ്മം എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം വാങ്ങിച്ച് കോട്ടിന്റെ പോക്കറ്റിൽ ഇട്ടു. ഇതാ സൈക്കാട്രിസ്റ്റ്. സർവമംഗളാനുഭവം. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം
തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. എന്നിട്ട് എന്റെ ആരിഫ് ഞാൻ കണ്ണിൽ എണ്ണയും പിണ്ണാക്കും ഒക്കെ ഒഴിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എപ്പോഴാണ് ഈ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഈ ഭസ്മം എടുക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, സായി ബാബ ഇപ്പോൾ പറയാറുണ്ട് ആകാശത്ത് നിന്ന് ഭസ്മം എടുത്ത് കൊടുക്കുന്നു എന്ന്. എനിക്കും വേണമെങ്കിൽ ആകാശത്ത് എടുക്കാമെന്ന് പറയുന്നു. കൈ മുകളിലേക്ക് പോകുന്നു, അദ്ദേഹം ചുരുട്ടിയിട്ട് എല്ലാവർക്കും ഭസ്മം കൊടുക്കുന്നു. ഐ ജസ്റ്റ് കുഡ് നോട്ട് ലൊക്കേറ്റ് അറ്റ് വിച്ച് മൊമെന്റ് ഹി ഈസ് ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഓഫ് ഹിസ് കോട്ട്. അത്രയ്ക്ക് സാമർഥ്യം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന്റെ അറ്റാക്ക് ഉണ്ടല്ലോ, ഇറ്റ് വാസ് സോ ഫണ്ടമെന്റൽ ദാറ്റ് ഞങ്ങൾ എല്ലാവരും നിരീശ്വരവാദികളായിട്ട് മാറി. സദസ്സിലെ കോളേജ് പിള്ളേരെല്ലാവരും തല തിരിഞ്ഞു പോയി. ചേട്ടാ, ഇത് വലിയ ദുരിതമായിട്ട് ഈ മനുഷ്യനെ കൊണ്ടുവന്നിട്ട്. അമ്മ ഇത്ര പെട്ടെന്ന് എത്തിയോ? അല്ല, ശക്തിയുടെ കൂടുതൽ കൊണ്ട് അമ്മ അവിടെ താമസിച്ചു ഞാൻ പേടിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാന് സുഖം തന്നെയല്ലേ അമ്മേ? ഒരസുഖവും ഓരോ ദിവസം ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ ചൈതന്യം കൂടിക്കൂടി വരി. നിന്നെപ്പോലുള്ള നിഷേധികൾ അവിടെ വരാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കുറവും സംഭവിക്കാൻ പോലെ. മോനെ, നീ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മായാവിലാസം നേരെ തന്നെ കാണാമായി. ആരുടെ? ഭഗവാന്റെ, അല്ലാതെ ആരുടെ? മായാവിലാസം എന്ന് പറഞ്ഞാൽ അപ്പോ ഭഗവാൻ മാജിക്കും അറിയാമോ അമ്മേ? നിന്റെ ഈ ദൈവനിഷേധം എന്നെ എവിടെ പ്രചരിപ്പിച്ചു? അമ്മയുടെ ഈ സീസണിലെ വഴിപാടൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടി ബാക്കിയുണ്ട്. സാധിച്ചോ? അമ്മേ, ഞാനും അമ്പലവും തമ്മിൽ അബ്ദുള്ളയും അമാവാഫിയും പോലെയാണ്. ഇദ്ദേഹം കംപ്ലീറ്റ് തലതിരിച്ചിട്ട് വെച്ചാൽ അദ്ദേഹത്തിന്റെ ലോജിക്ക് അങ്ങനെയാണ്. നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. എങ്കിലേ ജീവിക്കാൻ രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ അബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ആദ്യം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. അദ്ദേഹം ഈ പറഞ്ഞ മഹാഭാരതം, ഭഗവത്ഗീത ഇതിനൊന്നുമല്ല. അദ്ദേഹം ഡിസെക്ട് ചെയ്തത്, പരിശോധിച്ചത് സ്വാമി വിവേകാനന്ദനെയാണ്. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ. അത് എത്ര മനോഹരമായിട്ട് അദ്ദേഹം സ്ഥാപിച്ചു. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്തനാണ് എന്ന് സ്ഥാപിച്ചു. ഇത്രേ ചെയ്തോളൂ, അതോടെ കഴിഞ്ഞല്ലോ. ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ബാത്റൂം? ഇതിന്റെ വലിയൊരു മൂലക്കല്ലാണ് സ്വാമി വിവേകാനന്ദൻ. ആ മൂലക്കല്ല് വലിച്ചിളക്കി എടുത്തു കഴിഞ്ഞാൽ ദ ഹോൾ റിലീജിയൻ, ദ കൾച്ചർ, എവറിത്തിങ് വിൽ കൊളാപ്സ്. ഒറ്റ കല്ല് വലിച്ചെടുത്താൽ മതി. ആ സാമർഥ്യം അസാമാന്യമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇതിന് കൗണ്ടറായിട്ട് എല്ലാവരും ഒരു കൺഫ്യൂഷനിലായി. ദൈവത്തെ അങ്ങനെ വിടാൻ പറ്റുമോ? പരീക്ഷ വരുന്നത്, അത് പാസ്സാക്കണേ ദൈവം തന്നെ വേണ്ടേ? എനിക്ക് ഒരു പരീക്ഷ പാസ്സാക്കി തരുമോ? ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ. വന്നൊരു യുക്തിവാദിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായോ എന്റെ ദൈവമേ? നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിപരമായ ഒരു കളി കളിക്കണം. അതിനുള്ള ബുദ്ധി എന്ന നിലയിലുണ്ട്. എന്റെ ജീവിതം പ്രകാശ, ശങ്കരമേനോനും ബാലേന്ദ്രനും നിരീശ്വരവാദികളായതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കറക്റ്റ്. ഇനി വഴി ഞാൻ പറയാം. അവിശ്വാസത്തെ അന്ധവിശ്വാസം കൊണ്ട് നേരിടണം. ആഗ്നേയാസ്ത്രത്തിന് വാരീജം ഉത്തമം. ശങ്കരമേനോൻ സാറ് നിരീശ്വരവാദി ആണെങ്കിൽ കളമശ്ശേരി കൃഷ്ണൻ നായർ തികഞ്ഞ ഈശ്വര വിശ്വാസിയാണല്ലോ. ആ ഡെൽക്കോയിൽ കയറി നമുക്ക് പിടിക്കാം. അപ്പൊ പിന്നെ ഞങ്ങൾ പലരെയും സമീപിച്ചു. ഇദ്ദേഹത്തെ ചെങ്കോട്ടുകോണം സ്വാമി, സത്യാനന്ദ സരസ്വതി, അന്ന് അദ്ദേഹം വലുതായിട്ട് അറിയപ്പെടുന്ന സന്യാസിയല്ല, പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു ആശ്രമം, ഒരു ഒറ്റമുറി കെട്ടിടം, ഇതൊക്കെയുണ്ട് ചെങ്കോട്ടുകോണത്ത്. ഞങ്ങൾ ചെങ്കോട്ടുകോണത്ത് പോയി. അപ്പൊ അന്ന് സ്വാമി ചിദാനന്ദ ഒരു ബീഡി വലിക്കും, വലിയ ആഷ്ട്രയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എന്നെ തല്ലാൻ വരുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യന്മാർക്ക് ഇത് നന്നായിട്ട് അറിയാം. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോൾ അദ്ദേഹം നിർത്തിയെന്നറിയില്ല, പിന്നീട് നിർത്തിയെന്നാണ് ഞാൻ കേട്ടത്. ഏതായാലും ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ബീഡിയാണ്, സിഗരറ്റ് പോലും അല്ല, ബീഡിയാണ് കളി. ഞങ്ങൾ പറഞ്ഞു, സ്വാമി ഇങ്ങനെ സംഭവിച്ചു, ഏറ്റി കോരി വന്നു, ഞങ്ങളെ കംപ്ലീറ്റ് നിരീശ്വരവാദിയാക്കി കളഞ്ഞു സ്വാമി. തിരിച്ച് ഈ കിണറ്റിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ ആഴമുള്ള കിടങ്ങിലാണ് ഞങ്ങളെ തള്ളിയിട്ടിരിക്കുന്നത്. സ്വാമിയെ രക്ഷിക്കണം. സ്വാമി പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞ ഇതാണ് കുട്ടി, ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ പരമസുഖം. സ്വാമി പറഞ്ഞു, ഞാൻ ഇതിന് വാഗ്വാദത്തിന് വഴക്കിനൊന്നും ഞാനില്ല. എനിക്ക് എന്റെ ഒരു ദൗത്യമുണ്ട്, അതുമായിട്ട് പോവുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പ്രസംഗിച്ചു, അതിന് മറുപടി കൊടുത്ത് അവിടെ പോയി യോഗം, ഈ പരിപാടി ഒന്നും എനിക്കില്ല കുഞ്ഞുങ്ങളെ. ഞാൻ സ്വാമിയാണ്, എനിക്ക് എന്റേതായ ഒരു അജണ്ടയുണ്ട്, അതിന് പുറത്ത് ഞാൻ പോകും. പോട്ടെ പോട്ടെ, ഇല്ല പറയണത് ശപിക്കും ഞാൻ. കുറച്ച് ദിവസം കൂടി ഇത്തിരി കഞ്ഞി ഒഴിച്ച് സുഖമായിട്ട് കൂടണമെന്നുണ്ട്. അതും ഇപ്പൊ ഇല്ലാണ്ടാവും. പിന്നെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഈ എ ടി കോവൂര് പണ്ട് ബിഷപ്പ് പട്ടത്തിന് പഠിക്കാൻ പോയി, തോറ്റുപോയി. അങ്ങനെ ബിഷപ്പ് ആവാൻ പറ്റിയില്ല.
അതിന്റെ നിരാശയിൽ എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിരീശ്വരവാദിയായ ആളാണ് എ.ടി. കോവൂർ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോടെ അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നാ നീ തലവിളിക്കല്ലോ. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ശരിയാ പിതാവേ. ഇതിനൊന്നും പോയി തലവയ്ക്കാൻ ഞാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സത്യമാണോ നുണയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഞങ്ങളോട് പറഞ്ഞതാണ്, എ.ടി. കോവൂർ ബിഷപ്പ് പട്ടത്തിന് പോയിരുന്നോ തോറ്റിരുന്നോ അതുകൊണ്ടാണോ നിരീശ്വരവാദി? ഇതൊന്നും പ്രസക്തമല്ലോ. അദ്ദേഹം അറിയപ്പെടുന്ന നിരീശ്വരവാദിയാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ജീവിതത്തിൽ തന്നെ അതൊരു കുറവൊന്നും അല്ലല്ലോ. സംഭവം ഒരു ചിന്താധാരയിൽ ഒരാൾ വരാനായിട്ട് പല കാരണങ്ങളും ഉണ്ടാവാം. അതിൽ ഇതാണ് കാരണമെങ്കിൽ അത് എ.ടി. കോവൂരിന് ഒരു കുറവായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ സ്വാമി ഞങ്ങളെ ഉപേക്ഷിച്ചു. ഞങ്ങൾ തന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറാണ്, പിന്നെ ഒരു കൗണ്ടർ പ്രസംഗം. പക്ഷെ ആ കൗണ്ടർ പ്രസംഗം നമ്മുടെ തന്നെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ തന്നെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. അങ്ങനെ എന്ത് പറയാനാണ്, ഞങ്ങൾ ആകെ 10-40 പേരെ ഉണ്ടായിരുന്നു അത് കേൾക്കാൻ. ബട്ട് ഹി മെയ്ഡ് എ ഫാന്റാസ്റ്റിക് കൗണ്ടർ ടു എ.ടി. കോവൂർ. അമ്മാവന് ക്ലിനിക്കിൽ പോയില്ലേ? അവൻ ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. ഇന്ന് 10-ലേറെ തിരക്കായിരുന്നു. ഇപ്പോഴാ ഒന്ന് കൈ ഒഴിച്ചത്. കുട്ടിയെ ചായ കാപ്പി വേണ്ടത് എനിക്ക് ഒന്നും വേണ്ട. ഈയിടെ തീർത്ഥാടനമൊക്കെ കഴിച്ചെന്ന് കേട്ടല്ലോ. അമ്മയുടെ പ്രാർത്ഥനയായിരുന്നു. വയ്യാന്ന് പറഞ്ഞാൽ അമ്മ കരയും. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്കത് ഒരു പ്രശ്നത്തിൽ കൂടിയായിരുന്നു. അല്ലാതെ നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല അല്ലേ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ തർക്കിക്കാൻ ഞാൻ ആളൻ. പക്ഷെ തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാറില്ല. ക്രമേണ ഞാൻ വിശ്വസിച്ചോളൂ. അമ്മാവന് ഡോക്ടറായിട്ട് കൂടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സങ്കടം. എനിക്ക് നിന്നേക്കാൾ കൂടുതൽ അനുഭവം. ശരീരശാസ്ത്രം പഠിച്ച ഒരാൾക്ക് വിശ്വാസിയാകാതിരിക്കാൻ താല്പര്യം. എന്റെ ചികിത്സകൾക്കും അതീതമായി എന്തോ ഒരു ശക്തിയുണ്ടെന്ന് എനിക്ക് അനുഭവം. എക്സ്പീരിയൻസ് ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയുന്നത് അറിയോ? പെണ്ണിന്റെ നരിയാണ്ട മുകളിൽ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാൽ മതി പുരുഷൻ അവളെ ഇമേജ് ചെയ്യാൻ. അതുകൊണ്ട് അന്ന് പറഞ്ഞു പെണ്ണിനോട് നീ സ്ഫടികമാണ് സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ മത്തി വെക്കല്ലോ, അയിലെ മത്തി വെക്കില്ല, ചായ വെക്കില്ല. അതാണെങ്കിലും ലോക്കൽ വെക്കണം. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. അദ്ദേഹം എ.ടി. കോവൂരിന്റെ പ്രസംഗവും കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ യാദൃശ്യമായിട്ട് പുള്ളിയോട് പറഞ്ഞു, ഇത് കൗണ്ടറായിട്ട് പറയാൻ ആരും ഇല്ല എന്ന് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മതിയോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ബാലൻസ് ആയി. പിന്നെ ആ സംഭവം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറക്കൂല, ഗൗരവം കുറയും. ഒരു പ്രസംഗം നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഡേ ബൈ ഡേ കുറഞ്ഞു വരും. അങ്ങനെ അത് പോയി. പക്ഷെ ആ സംഭവം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ എ.ടി. കോവൂരിനെ അങ്ങനെ ഞാൻ കണ്ടു. പിന്നെ കുറെ കാലത്തേക്ക് ഞാൻ കേരളത്തിന് പുറത്തു പോയി. യുക്തിവാദമില്ല, പ്രത്യേകിച്ച് ഈശ്വരവിശ്വാസം നേരത്തെ തന്നെ ഇല്ല. അങ്ങനെ ജീവിതം, ജോലി, കല്യാണം, പിള്ളേർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2010 ഒക്കെ ആയപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഒരു കിളവനിരുന്ന് വാചടിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.